ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാനൊരു ബ്ലൂ തീമിലാണ് കേട്ടോ ചെയ്യുന്നത്. ബ്ലൂ പേപ്പർ കുറേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പേപ്പർ ഞാൻ ഇതേപോലെ സെയിം സൈസിൽ എടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു പേപ്പറിൽ ഇതേപോലെ എഴുതി കൊടുക്കുക കേട്ടോ. നിങ്ങളിത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഹേർട്സ് വരച്ചു കൊടുക്കാനാണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്കർ യൂസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മളൊരു പാക്കറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കട്ട് ചെയ്യുന്ന ഒരു പോർഷനിൽ മുകളിലായിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ആ സെയിം സൈസിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പേപ്പറിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെയാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. സെൻറ്ററിലായിട്ട് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കും പിന്നെ അതേപോലെ താഴത്തൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ മാർക്കും ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാക്കറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. സെയിം സൈസിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു 2 പേപ്പറും ഇതേപോലെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനിയാണ് ഇതിൽ കുറച്ച് ടാസ്ക് വരുന്ന ഒരു പരിപാടി. നമ്മുടെ സെല്ലോ ടേപ്പ് സൈഡ്സിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് പതുക്കെ ചെയ്താൽ മതി. നല്ല കറക്റ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോയിലൊന്ന് കറക്റ്റായിട്ട് കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. സെല്ലോ ടേപ്പ് 3 സൈഡ്സിൽ മാത്രമേ ഇപ്പോൾ ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ വൈറ്റ് പേപ്പർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാര്യമായിട്ട് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ എടുക്കുക. ഇതിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ഐറ്റംസിനനുസരിച്ചിട്ട് ആ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2 സൈഡ്സ് മാത്രം സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പാക്കറ്റിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്ക്വിഷിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്ലൂ കളർ പേപ്പറിൽ 2 ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ്സിലൊക്കെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ മുകൾ പോർഷൻ കുറച്ചൊന്ന് വിട്ടിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാവും കേട്ടോ. ഇനി അതിൽ നമ്മൾ കുറച്ച് പഞ്ഞിയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും ഫില്ല് ചെയ്തിട്ട് ചെയ്യുക. ഇനി അതിൻ്റെ മുകൾ പോർഷൻ കൂടി സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിൾ സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കവർക്ക് ഈ ഒരു സ്ക്വിഷി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ പോർഷൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഞാൻ കുറേ കവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാൻഡീസോ അല്ലെങ്കിൽ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ ഗിഫ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഡോറേമോൻ്റെ ഒരു ചെറിയ ടോയ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഗിഫ്റ്റിൽ ഇതേപോലെ ലിപ്സ്റ്റിക്കും പിന്നെ 2 കമ്മലും ആണ് കേട്ടോ വെക്കുന്നത്. അതും ഇതേപോലെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാക്കിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് വരുന്ന സ്നേക്ക് ക്യൂബാണ് കേട്ടോ വെക്കുന്നത്. അടുത്തതിലൊരു കുട്ടി പെർഫ്യൂമാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ആ ഒരു വലിയ കവറിലേക്ക് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചെയ്യുന്ന പോലെ മുകൾ പോർഷൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഇതൊന്ന് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തു നോക്ക്. ഇതിൻ്റെ ASMR അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.